ഇന്ന് ക്ലാസ് ഇല്ലേ? Good afternoon. Good afternoon, ma'am. I'm very sorry. Actually, good afternoon. Good afternoon. കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം നോക്കിയപ്പോ 1:20 അപ്പൊ പിന്നെ കുറച്ചും കൂടെ എഴുതാന്ന് കരുതി എഴുതിയപ്പോഴേക്കും സമയം ആയതാണ്. വെരി സോറി, വെരി സോറി. ഓക്കെ ഫ്രണ്ട്, നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നല്ലോ. യു ഓൾ ആർ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ്. യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ ഓക്കെ, പ്രെയർ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. സോ യെസ്.
പ്രയർ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ല? എന്തുപറ്റി? പ്രയർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. Dear God, bless our learning today. Guide us and help us find the way. May our hearts be kind and minds be bright. Shine your light and make it a wonderful day. Okay, what's next? Sign in. Good afternoon, dear ma'am and my lovely friends. Today is a new day full of fresh thoughts and beautiful learning waiting for us. Let us listen carefully, think deeply, and enjoy this wonderful learning journey together. Thank you. Thought of the day: where there is a will, there is a way. ഓക്കെ, ഫൈൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? എറിക്സനെ കുറിച്ച് പറയുമായിരുന്നു. എറിക്സൺ പറഞ്ഞ കാര്യങ്ങൾ പറയുമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? നാം 2 റെക്കോർഡ് കഴിഞ്ഞു. കിസ് പസിൽസും 4th റെക്കോർഡും അത് രണ്ടും മാം പറഞ്ഞത്. അത് ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ആക്കി. കുറച്ചുപേര് കംപ്ലീറ്റ് ആയി വരുന്നു, കുറച്ചുപേര് കംപ്ലീറ്റ് ആക്കി. ബാക്കി റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നിരുന്നു. നോ മാം, ഇത് രണ്ടും പറഞ്ഞിട്ട് പിന്നെ പറയാന്നാ പറഞ്ഞത്. പ്രീജി എന്താ ഞങ്ങള് ഡയറി മിൽക്ക് കാണിച്ച് കൊതിപ്പിക്കുവാണോ? ഡയറി മിൽക്ക് ഇങ്ങനെ നിരന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. നിങ്ങൾക്ക് ഫ്രഷ് മൈൻഡിലാണെങ്കിൽ ഐ ക്യാൻ ഷെയർ ദ ഡീറ്റെയിൽസ്, ബിക്കോസ് ഇനിയുള്ള റെക്കോർഡ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഉള്ളിലെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഇതാണ് കാണാൻ പോകുന്നത്. തുടങ്ങിയാലോ? എഴുതുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കട്ടെ നല്ലപോലെ. പണ്ട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു ആൾക്കാരെ ഇങ്ങനെ ശരിക്കും. അപ്പൊ അങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ കുറെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ എഴുതി മീൻസ് ബുക്കിൽ എഴുതില്ലായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്തൊരു പ്രശ്നം. അത് വാട്സാപ്പിലുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, അങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ എനിക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയില്ല. യെസ്, യാത്രാ വിവരണം എനിക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് എന്റെ ലൈഫിൽ കുറെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ചില ഫീൽഡ് വർക്കിന് പോകുമ്പോൾ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് എഴുതാൻ കഴിവൊന്നുമില്ലെങ്കിലും വൺസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിങ്ങനെ അങ്ങനെ എഴുതി ഇങ്ങനെ വരും. ഞാൻ എൻ്റെ ഒരു KSRTC യാത്രയാണ് ഓർത്തത്. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു വന്ന് കായംകുളത്ത്. അപ്പൊ ഈ KSRTC ഈ ബസ്, പ്രൈവറ്റ് ബസ്സിനേക്കാളും KSRTC ബസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ട്രിവാൻഡ്രം ആണ് പോകേണ്ടത്. അപ്പൊ പിന്നെ KSRTC ആണ് ഉള്ളത്. ട്രെയിൻ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് ട്രെയിനിന്റെ സമയമൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാൻ ബസ്സിന് പോവാണ്. അതും ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. അപ്പൊ എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുറെ പേര് നമുക്ക് കഴക്കൂട്ടത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഓഫീസിലേക്കാണ് പോകുന്നത്. ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ലെറ്റർ വാങ്ങാൻ വേണ്ടി പോകുന്നത്. കോവിഡിനൊക്കെ മുമ്പ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറി. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സ്റ്റാൻഡിൽ നിന്ന് കയറിയതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കയറി അവിടെ ചെന്നു. ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ നല്ലപോലെ ലഞ്ച് കഴിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ടല്ല, കഴക്കൂട്ടം. കഴക്കൂട്ടം വരെയുള്ള ദൂരമുണ്ട്. അപ്പൊ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നാണല്ലോ. ഈ കഴക്കൂട്ടത്ത് എത്തുമ്പോഴേക്കും ബസ് ഫുൾ ആവും. എനിക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും റണ്ണിങ് ബസ്സിന്റെ ആ ബുക്കിംഗ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞു കൊല്ലം എത്തുമ്പോഴേക്കും ചിലപ്പോൾ സീറ്റൊക്കെ കിട്ടുമായിരിക്കും, എന്നാലും വൈകണ്ട. അപ്പൊ ഈവനിങ് ആവാറായിട്ട് ഒരു 3:30 കഴിയാറായി. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് തിരിച്ച് കായംകുളം വരണം. അങ്ങനെ ഞാൻ ബസ്സിൽ ഇങ്ങനെ കയറാനായിട്ട് കഴക്കൂട്ടത്തൊക്കെ നോക്കുമ്പോഴേക്കും ആദ്യത്തൊക്കെ പോയ ബസ്സൊക്കെ പാക്ഡ് ആയിട്ട് പോവുക. അപ്പൊ നിക്കണ്ട എത്രയും ദൂരം. അപ്പോ 1-2 ബസ്സിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത ബസ് വന്നപ്പോഴേക്കും വലിയ തിരക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ കേറിയപ്പോ തിരക്കില്ലാന്നേ ഉള്ളൂ. പക്ഷെ സീറ്റ് ഒന്നും കാലിയില്ല. എല്ലാ സീറ്റിലും ആൾക്കാരുണ്ട്. പിന്നെ ഇറങ്ങാന്ന് പറഞ്ഞ കൊല്ലം എത്തണം. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് കുറെ ലേഡീസ് ഉണ്ട്. ഒരു 10-12 വയസ്സുള്ള പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്.
ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പം കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് വാങ്ങാനായിട്ട് വന്നു. ടിക്കറ്റ് വാങ്ങി, ഞാൻ ഇന്ന സ്ഥലത്തേക്കാന്ന് പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടക്ടർ വീണ്ടും വന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ബാക്കിലേക്ക് വരാൻ പറഞ്ഞു. അയാള് ബാക്കിലേക്ക് നടക്കും. അപ്പൊ ഞാനും അയാളുടെ കൂടെ യാന്ത്രികമായിട്ട് ബാക്കിലേക്ക് ചെന്നപ്പം അയാള് കണ്ടക്ടർ സീറ്റ് ഉണ്ടല്ലോ, രണ്ടുപേര് ഇരിക്കുന്ന സീറ്റ്. അപ്പൊ ആ സീറ്റില് അയാള് പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. കണ്ടക്ടർ സീറ്റിന്റെ അടുത്തുള്ള സീറ്റില്. എനിക്കൊരു മടിയായി പോയി. പിന്നെ അയാള് പറഞ്ഞപ്പം നമ്മൾ ചില കാര്യങ്ങള് ചിലരങ്ങ് പറയുമ്പോ അങ്ങനെ ചെയ്തു പോകുമല്ലോ. അങ്ങനെ ഞാൻ ആ സീറ്റിൽ ഇരുന്നു. അപ്പൊ ബാക്കിലിരിക്കുന്നതിന്റെ ടെൻഷൻ, കാരണം ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ സൈഡ് എന്നുള്ള ഒരു ഇതാണല്ലോ KSRTC ബസ്സിൽ. ബാക്കിലിരിക്കുന്ന ഒരു ടെൻഷൻ. അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നു. അപ്പൊ കണ്ടക്ടർ പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ പോവാണ് കേട്ടോ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഇരുന്നു. കണ്ടക്ടർ സീറ്റാണ്, കണ്ടക്ടർക്കും ഇരിക്കാം, ഒരു യാത്രക്കാരനും ഇരിക്കും. അപ്പൊ കണ്ടക്ടർ വേഗം ടിക്കറ്റ് കൊടുത്തിട്ട് വന്നിട്ട് അയാൾ വേഗം ഇയാളോട് എണീക്കാൻ പറഞ്ഞിട്ട് ഇയാൾ അവിടെ ഇരുന്നു. പിന്നെ കുറെ നേരത്തേക്ക് സ്റ്റോപ്പുകളിൽ നിന്നും ആരും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനോ ഒന്നും അയാൾക്ക് പോകേണ്ടതില്ല. എന്നാലും 1-2 പേര് വരുമ്പോൾ അയാൾ വേഗം പോയി ടിക്കറ്റ് കൊടുത്ത് അയാൾ വന്ന് ഇരിക്കുക. കാരണം അതായത് വേറൊരു യാത്രക്കാരനെ ഇരുത്താതെ ഇയാൾ ഇരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവാണ്. അങ്ങനെ പരിചയമില്ലാത്തൊരു ആളുടെ അടുത്ത് ഇരിക്കുന്നു, അതും ഒരു കണ്ടക്ടർ. അയാൾ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. ഈ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഇങ്ങനെ കയറുക. അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു, കൊല്ലത്ത് ചെന്നാലും ചിലപ്പോ സീറ്റൊന്നും കിട്ടില്ല. എനിക്ക് അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഒരു പാവം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് സീറ്റിൽ ഇരുത്തിയത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അയാൾ പേരൊന്നും ചോദിച്ചില്ല കേട്ടോ, പേരോ അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ട്രിവാൻഡ്രം വന്നത് ഒഫീഷ്യലാന്ന് പറഞ്ഞപ്പോ അയാൾ അതിന് കൂടുതലൊന്നും ചോദിച്ചില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് അയാൾ സംസാരിച്ചത്. കൂടി വന്നാൽ അയാൾക്കൊരു 35, 36 ആ ഒരു ഏജ് അത്രയും കാണുമായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാൾക്കൊരു ചിലപ്പോ എനിക്ക് വേറെ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കാം, പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ. പക്ഷെ അയാൾ അതൊരു മോശമായ ഒരു അർത്ഥത്തിലോ ഒരു കാഴ്ചയിലൂടെയോ അല്ല പറഞ്ഞത്. ഇറങ്ങാൻ നേരത്തെ ഞാൻ അയാളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പക്ഷെ എന്നിട്ടും ഞാനും അയാളുടെ പേര് ചോദിച്ചില്ല, അയാൾ എന്റെ പേരും ചോദിച്ചില്ല. അപ്പൊ ഞാനിത് എഴുതിയപ്പോ വേറൊരു ഇൻസിഡന്റും കൂടെ കണക്ട് ചെയ്ത് എഴുതി. ഞാൻ പണ്ട് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് ട്രെയിനിനാണല്ലോ വീട്ടിൽ പോകുന്നത്. അന്ന് ഞാൻ ഇതുപോലെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നു. വേഗം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു. അപ്പോഴേക്കും ട്രെയിൻ എത്താറായി. കേരള എക്സ്പ്രസ് ആയിരുന്നു ഡൽഹിയിൽ പോകുന്നത്. അതിന് ജനറൽ കമ്പാർട്ട്മെന്റ് കുറവാണ്. ഞാൻ ഓടി കയറി ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കയറിയപ്പോ അത് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അന്ന് ഇങ്ങനെ ജനറലിൽ മാത്രമേ നമ്മളെ കേട്ട് വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഇറങ്ങി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ തിരുവല്ല എത്തണം. അപ്പൊ ഒരു TT, ഞാൻ കയറിയ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പാൻട്രിയുടെ അടുത്തുള്ള കമ്പാർട്ട്മെന്റ് ആയിരുന്നു. TT ആയിരുന്നു. TT അവിടെ ഉണ്ടായിരുന്നു ആ കമ്പാർട്ട്മെന്റ്. നമ്മൾ സാർ പെട്ടെന്ന് ഓടി കയറിയതുകൊണ്ട് എനിക്ക് കമ്പാർട്ട്മെന്റ് നോക്കാൻ പറ്റിയില്ല എന്നിട്ട് നമുക്ക് TT പറഞ്ഞു. അത് പ്രായമുള്ള ഒരാളായിരുന്നു കേട്ടോ, ഒരു കുട്ടിക്ക് അടുത്തുള്ളത്. അത് സാരമില്ല, മോളോട് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പാൻട്രി പോയിട്ട് എനിക്ക് ചായ വാങ്ങിച്ചു. കാരണം ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഈ ചായ വാങ്ങിച്ചിട്ട് എന്റെ കൂടെ അവിടെ തന്നെ ഇരുന്നു. അധികം ഒന്നും സംസാരിച്ചൊന്നുമില്ല, കാരണം തൊട്ടപ്പുറത്തെ പാൻട്രി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കടന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്കും പോകാൻ പറ്റില്ല. പലതും ക്ലോസ്ഡ് ആണ്. പാൻട്രിയിൽ നിറയെ ഈ നോർത്ത് ഇന്ത്യൻ ജോലിക്കാരുണ്ടല്ലോ. ഈ TTയും നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. TT അവിടെ ഞാൻ എറണാകുളത്ത് ഇറങ്ങുന്നവരെ ആ TT എനിക്ക് കൂട്ടിരുന്നു. അയാൾ എങ്ങോട്ടും പോയില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതൊക്കെ ബ്ലെസ്സിങ് ആണോ എന്താണെന്നോ, ഈ നമ്മളിങ്ങനെ പറയില്ലേ ചില ഇൻസിഡൻസ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് അന്ന് നല്ലപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഞാൻ ഓർക്കാം, ഞാൻ എന്തൊരു ബുക്കിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ. കാരണം എനിക്ക് മൊബൈലിന്റെ ബാക്കപ്പ് ഒന്നും കുറേയൊന്നും ഇല്ലല്ലോ, അപ്പൊ അതൊക്കെ പോയി. അതുപോലെ കോവിഡ് സമയമല്ല, ഇത് ഫീൽഡ് വർക്കിന് പോയപ്പം കുറെ വീടുകൾ വിസിറ്റ് ചെയ്തു. അന്ന് കിട്ടിയ കുറെ എക്സ്പീരിയൻസ് ഇതുപോലെ എഴുതി വെച്ചിരുന്നു. പക്ഷെ അതും എനിക്ക് ഇങ്ങനെ എഴുതി ബുക്കിൽ വെക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ബുക്ക് കരുതുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് എഴുതി വെക്കും. ചിലപ്പോൾ നമ്മളുടെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്കൊരു ബുക്കായിട്ട് പിന്നീട് ഇറക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ അനുഭവങ്ങളിൽ എഴുതുമ്പോൾ സെയിം എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. യെസ്, യാത്രയിൽ ഉണ്ടായ 2 അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റോറി ആൻഡ് റൈം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്ലീസ് ഡു ഇറ്റ്. കാരണം അതിന് ടൈം കൊടുത്ത് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തേക്ക് ഈ സ്റ്റോറി റൈം വെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, നമ്മള് പിന്നെ കോപ്പി ചെയ്യാൻ തുടങ്ങും.
ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ടോപ്പിക് ഒക്കെ കൊടുത്ത് കോപ്പി ചെയ്ത് എഴുതും. വൈവയ്ക്ക് വരുമ്പം ചോദിക്കുമ്പോൾ മാം എനിക്ക് എല്ലാവരും സത്യം പറയൂ കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഒരു ട്രസ്റ്റ് നമ്മൾ തമ്മിലൊരു എന്തായാലും ഒരു ബോണ്ട് എന്താവും എല്ലാവരുമായിട്ട്. കാണുന്നില്ലെങ്കിലും അവർ സത്യം പറയും. ഞാൻ ഒന്നും തന്നെ എഴുതിയിട്ടില്ല, ഞാൻ എല്ലാം കോപ്പി ചെയ്താണ് എഴുതിയത്. ഗൂഗിളും എയും അങ്ങനെയൊക്കെ നോക്കിയിട്ടാ ചെയ്യുക. ChatGPT മലയാളത്തിൽ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോരെ? മലയാളത്തിൽ എഴുതുമോ? അങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ എന്തോരം ആപ്പുകൾ ഇപ്പൊ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. നല്ല സിമ്പിൾ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില ആപ്പുകളിലൊക്കെ ഇത് മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചത് സിമ്പിൾ ആക്കണം. മേക്ക് ഇറ്റ് സിമ്പിൾ അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. മേക്ക് ഇറ്റ് ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മാറ്റർ അങ്ങനെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ആക്കണം, ചുരുക്കണം, അത് ചുരുക്കി തരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് തരും. അങ്ങനെ പല രീതിയിൽ ആക്കുന്ന പല ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ തകർക്കൂ, മലയാളത്തിൽ തന്നെ തകർക്കൂ. എന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ നമുക്ക് ചിലപ്പോൾ ചില വേർഡ് കാണുമ്പോൾ ഇതിന് ആ വേർഡ് ഉപയോഗിക്കായിരുന്നു അങ്ങനെയൊക്കെ തോന്നി അങ്ങനെയൊക്കെ മാറ്റും. ഇറ്റ്സ് ഗുഡ്. അപ്പൊ ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കാം. കുറെ തീംസ് ഉണ്ട് നമുക്ക് സ്റ്റോറിക്കും റൈമിനും. ഈ തീമിനനുസരിച്ച് നമ്മൾ എഴുതണം. പക്ഷേ ഈ തീം മാത്രം അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് ഇങ്ങനെയും കൂടെ ഒരു കഥ എഴുതണം, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ഒരു റൈം എഴുതണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, മോർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ എഴുതുന്ന റൈമും സ്റ്റോറിയും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിലെ കണ്ടന്റ് അതുപോലെ ആക്കുക. അപ്പൊ സ്റ്റോറിയിലൊക്കെ എല്ലാ സ്റ്റോറിയിലും ഒരു മോറൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ മോറൽ വാല്യൂ ചെയ്യും. പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവരുടെ സ്വന്തം സ്റ്റോറികളാണ് നറേറ്റ് ചെയ്തത്. അതിലൊരു കുട്ടി എന്നോട് പറയണ്ടേ, 4th ബാച്ചിലാന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിലേക്കാ പോയത്, KG സെഷനിലേക്കാ പോയത്. അപ്പൊ സ്റ്റോറി നറേഷൻ സ്വന്തമായിട്ട് റെക്കോർഡിൽ എഴുതിയ ഒരു സ്റ്റോറിയാണ് നറേറ്റ് ചെയ്തത്. പക്ഷെ അതിന് തോന്നി ഈ കൊച്ചു കുട്ടികൾക്ക് ആ സ്റ്റോറി ഡൈജസ്റ്റ് ആവുമോ? കാരണം അതിന്റെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു. ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു അപ്പൂപ്പനും കൊച്ചുമോന് ഈ ഒരു 5, 6 ആ ഒരു വരുന്ന പ്രായം. ഈ കൊച്ചുമോൻ ഒരു ഇച്ചിരി വികൃതിയായിരുന്നു. അവൻ എപ്പോഴും അപ്പൂപ്പനെ പറ്റിക്കും, അപ്പൂപ്പനോട് കള്ളം പറയും, അപ്പൂപ്പനെ പറ്റിച്ച് അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് അടിച്ചു മാറ്റും, കാശൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റും, അങ്ങനെ ഓരോന്ന് അപ്പൂപ്പനെ ഇങ്ങനെ കളിയാക്കും, അപ്പൂപ്പനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു ഈ കൊച്ചുമോൻ. പക്ഷെ അപ്പനാണെങ്കിൽ ഇവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഇവൻ വളരെ ഇതായിട്ട് ഇച്ചിരി കടന്ന രീതിയിൽ എന്തോ അപ്പനോട് എന്തോ പ്രാങ്ക് എന്തോ ചെയ്തു. അപ്പൊ അപ്പന് അതെന്തോ അപ്പന്റെ ദേഹത്തിന് എന്തോ മുറിവേക്കോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നു. പെട്ടെന്ന് അവന് ഗിൽറ്റി ഫീൽ തോന്നുന്നതും അവൻ അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും, അങ്ങനെ പിന്നെ അവര് ഭയങ്കര അപ്പൂപ്പനോട് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും, പിന്നെ അവൻ പ്രാങ്ക് ചെയ്യാതിരിക്കുന്ന അങ്ങനെയായിരുന്നു. പറയാണ് ഈ കഥ തുടങ്ങി തീരുന്ന വരെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ക്ലാസ്സിൽ. കൊച്ചു കുട്ടികളാണ്, KG സെഷനിലെ കുട്ടികളാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴും ഈ കുട്ടികളെ സെയിം കഥ പറയാന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും സെയിം സ്റ്റോറി റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെയോ വാല്യൂ അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാണ്. അപ്പൊ നമ്മൾ സ്റ്റോറി എഴുതുമ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതി നമുക്കിത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളിതൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വേണ്ടുന്ന ഒരു വാല്യൂ ചെല്ലണം. അപ്പൊ ഒരു മോറൽ വാല്യൂ ചെല്ലുന്ന രീതിയിൽ നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ. ആദ്യം റൈമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം, ഡീറ്റെയിൽസ് തരാം. കുട്ടികളെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ആൽഫബറ്റ്സും അതുപോലെ തന്നെ സ്റ്റോറീസ് നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കും അല്ലെ? ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും പഠിപ്പിക്കും. ഇനി ഈ ആൽഫബറ്റ്സും നമ്പേഴ്സും നമ്മൾ ബോർഡിൽ എഴുതി, അല്ലെങ്കിൽ അവരെ കൊണ്ട് 2 ലൈനിൽ എഴുതി, അല്ലെങ്കിൽ അവർക്ക് കുറെ പ്രാവശ്യം 10 ടൈംസ് എഴുതിച്ച് 20 ടൈംസ് എഴുതിക്കുന്നേക്കാൾ നല്ലത് ഒരു റൈമിലൂടെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ചാർട്ട് പേപ്പറിലൊക്കെ ഒരു പിക്ചറൊക്കെ വരച്ചൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് കുറെ കൂടെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. നമുക്ക് അതുപോലത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ.
മറ്റേ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. യെസ്, ഫസ്റ്റ് വൺ നമ്മള് ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിക്ചർ, നമ്മൾ എഴുതുന്ന റൈം സ്റ്റോറി എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പിക്ചർ. ഇതുവരെയും ചെയ്ത എല്ലാ 2 റെക്കോർഡിലും നമുക്ക് കൂടുതൽ പിക്ചേഴ്സ് ആയിരുന്നു. അതായത് കുട്ടികളുടെ വിഷ്വൽ സെൻസ് അതായിരുന്നു നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചുമ്മാ നറേഷൻ എഴുതി വെക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ അങ്ങനെ പിക്ചറിനായിരുന്നു കൊടുത്തത് അല്ലെ. അപ്പൊ കുട്ടികൾ ആ ഒരു സെൻസ് ലൂടെ അവർ ലേൺ ചെയ്യുവാണ്. ആ വിഷ്വൽ സെൻസ് അതിലൂടെ ലേൺ ചെയ്യും. ഓഡിറ്ററി സെൻസ്, നമ്മൾ ഈ റൈം നല്ല ടോണിൽ പാടുമ്പോൾ അവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ അതുപോലെ തന്നെ നമ്മളുടെ ഒപ്പം പാടും, പെട്ടെന്ന് തന്നെ അവർ പഠിക്കുകയും ചെയ്യും. ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്കാണ് ഫസ്റ്റ് വൺ. അതില് ഓരോ തീമിനും നിങ്ങൾ 2 സോങ്സ് 2 റൈംസ് വെച്ച് എഴുതണം. അത് ഒരു മിനിമം 8 ലൈൻസ്, മാക്സിമം 12 ലൈൻസ്. അതിന് കൂടുതലൊന്നും വേണ്ട, 10 ലൈനോ 8 ലൈനോ ഒക്കെ മതി. കാരണം കുഞ്ഞുങ്ങളല്ല, അവർ വലിയ നീളമുള്ള റൈം ഒന്നും ക്ഷമിച്ചിരിക്കില്ല. അവർക്കും നമ്മുടെ കൂടെ ചേർന്ന് പാടി അതവര് പഠിക്കുന്നെങ്കിൽ ചെറിയ ചെറിയ റൈംസ് വേണം. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ റൈംസ് ഉണ്ട് അതുപോലെ ചെറുതല്ലേ, ആക്ഷൻസ് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൈംസ്. ഇഫ് യു ഹാപ്പി ആൻഡ് ടു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, അതെല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും, കുട്ടികൾക്ക് നന്നായിരിക്കും. നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ ആക്ഷൻസ് ആഡ് ചെയ്യുക. അറിയാമോ? ആ റൈം കേട്ടിട്ടുണ്ടോ? ഏത് KG സെഷനിൽ പോകുമ്പോഴും പിന്നെ ചില സെഷൻസിനൊക്കെ പോകുമ്പോൾ ഐസ് ബ്രേക്കിംഗ് ആയിട്ട് വലിയ ആളുകളും അഡൽട്സും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇഫ് യു ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ആ ഒരു റൈം ടു ഗുഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ് ആണ്. അപ്പൊ ഓരോ തീമിനും 2 സോങ് വീതം എഴുതണം. ആൽഫബറ്റിക്കൽ സോങ് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് എഴുതുക. ഞാൻ എൻ്റെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അതിപ്പോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ എഴുതിയത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആൽഫബറ്റിക്കൽ സോങ്സ് നമുക്ക് 8 to 12 ലൈൻസ് മതി എന്ന് പറഞ്ഞു. അതിൽ കുറഞ്ഞാലും 6 അങ്ങനെയൊക്കെ കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. 10 ലൈൻസ് ഒക്കെ ആയാലും കുഴപ്പമില്ല. ഞാൻ എഴുതിയത് ABCD കം ടുഗദർ, EFGH സ്റ്റാൻഡ് ടുഗദർ. പിന്നെ ഫോണറ്റിക് സൗണ്ട് കേൾപ്പിക്കുന്ന രീതിയിൽ ആൽഫബറ്റിക്കൽ സോങ്സ് എഴുതിയ വളരെ നന്നായിരിക്കും. നമുക്ക് ഫോണറ്റിക്സ് പഠിപ്പിക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, ആക്ഷൻസും കാണിപ്പിക്കാം. QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ സ്റ്റേ ടുഗദർ. ഞാനൊരു പിക്ചർ ഇതുപോലെ കുട്ടികളുടെ ടെക്സ്റ്റ് ഉണ്ടായിരുന്ന ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുന്ന ഒരു പിക്ചർ എടുത്തു. പിന്നെ നമുക്കിങ്ങനെ സ്റ്റെൻസിൽ പോലെ ബോക്സിലൊക്കെ കിട്ടില്ലേ ആൽഫബറ്റ്സ് നമ്പേഴ്സും കിട്ടും. അതും കൂടെ ഞാൻ അതിന്റെ കൂടെ എഴുതി വെച്ചു. അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല, ഒരു പിക്ചർ വേണമെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ എഴുതി വെച്ചു. കുട്ടികൾ ആൽഫബറ്റ്സ് കാണുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ വെച്ചു. നെക്സ്റ്റ് ഒരു ടീച്ചറും കുട്ടി, അടുത്ത 2 എഴുതണമെന്നല്ലേ നമ്മളോട് പറഞ്ഞിരുന്നത്. ഒരു ടീച്ചറും കുട്ടിയും നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തു. മാം എഴുതിയ സോങ് കൂടെ ഒന്ന് കാണിക്കാമോ? 2 ലൈനിനകത്തല്ലേ എഴുതിയത്? മാം ഇപ്പം ചിത്രം മാത്രം കാണിച്ചു, മറ്റേ സൈഡും കൂടെ ഒന്ന് കാണിക്കുക. മാം ഇത് നമുക്ക് ബ്ലൂ കളർ വെച്ച് തന്നെ എഴുതണം എന്നുണ്ടോ, അതോ നമ്മൾ ഏതെങ്കിലും കളർ പെൻസിൽ? ബ്ലൂ ആൻഡ് ബ്ലാക്ക്, റെഡ് ഗ്രീൻ ഓക്കെ. ഞാൻ ഇതിനകത്ത് ആകെ യൂസ് ചെയ്തിരിക്കുന്നത് എഴുതാൻ ബ്ലൂ കളറും പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ആ സ്റ്റെൻസിൽ ആൽഫബറ്റ്സ് ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ അണ്ടർലൈൻ ഒക്കെ ചെയ്യാനായിട്ട് ജസ്റ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. കാര്യം ഗോൾഡൻ ഗ്ലിറ്റർ പെൻ ആയിരുന്നു. അതിന്റെ ആ ഗ്ലിറ്ററിംഗ് ഒന്നും കാണുന്നില്ല, പക്ഷെ ഇപ്പൊ ബുക്കിൽ നോക്കുമ്പോൾ ഗ്ലിറ്ററിംഗ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പിക്ചറിൽ ചിലപ്പോൾ ആ ഗ്ലിറ്ററിംഗ് കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ ഗ്ലിറ്റർ പെൻ ഉണ്ടായിരുന്നു. ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ടാണ്. പേജ് നമ്പറും അല്ലാതെയൊക്കെ നമ്പറും ഹെഡിങ് ഒക്കെ കൊടുത്തത് അത് വെച്ചിട്ടാണ്. അതാ ഞാൻ ചോദിച്ചത്. നമുക്ക് ഹെഡിങ് ഒക്കെ നമുക്ക് മൾട്ടി കളർഡ് ഈ ഗ്ലിറ്റർ പെൻ വെച്ച് യൂസ് ചെയ്യാമല്ലോ? യൂസ് ചെയ്യുന്നു. അത് ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ഇതിനൊരു ഹെഡിങ് കൊടുത്തത്. അതൊരു ഗ്ലിറ്റർ പെൻ ആണ്. ഇപ്പോഴും അതിന്റെ ഗ്ലിറ്ററിങ് നന്നായിരുന്നു. ഞാൻ 2017
ചെയ്ത വർക്കുകളാണ്. 16-17 ആ ഒരു സമയത്ത് ചെയ്ത വർക്കുകൾ. ഗ്ലിറ്ററിങ് കാണാൻ പറ്റും, പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഗോൾഡൻ കളറും ബ്ലൂ കളറും ആണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ സ്കെച്ച് പെൻ ഞാൻ ഒഴിവാക്കി, കാരണം സ്കെച്ച് പെൻ സ്മഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു ബാക്ക് സൈഡിലേക്ക്. ഞാൻ പേജ് നമ്പർ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇട്ട് പോയത്. അപ്പോ ബാക്കിൽ അതിന്റെ ഇങ്ങനെ പാട് വരും, സ്മഡ്ജ് ചെയ്ത പോലെ വന്നു. ചെറിയ നമ്പർ മാത്രം ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. പടം പിക്ചർ കളർ നിങ്ങൾ വരച്ചിട്ട് കളർ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കളർ പെൻസിൽസും ഓയിൽ പേസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫൈൻ ആയിരിക്കും. അതേസമയം സ്കെച്ച് യൂസ് ചെയ്യുമ്പം ബാക്ക് സൈഡിൽ സ്മഡ്ജ് ആവുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരുപക്ഷെ നമ്മൾ എഴുതുന്ന പേജിന്റെ ആ ഒരു സൈഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോ അതിലേക്ക് ഇങ്ങനെ കളർ കാണില്ലേ. അപ്പൊ മനസ്സിലായി. ഞാൻ ഇവിടെ ഇപ്പം എഴുതി, ഇതിന്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് പിക്ചർ വരുന്ന ഭാഗം. അപ്പൊ നമ്മൾ പിക്ചർ വരയ്ക്കുകയോ കളർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയതിലേക്ക് അതിന്റെ ഒരു ഷെയ്ഡ് പോലെ വരും. അത് സ്കെച്ച് ആവുമ്പോൾ ഭയങ്കര മോശമായിട്ട് പോകും. വെള്ളമെങ്ങാനും അറിയാതെ നമ്മുടെ സ്വെറ്റ് ചെയ്ത് കൈ തന്നെ മുട്ടി തന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാറുണ്ട്. അത് നോക്കാം. അപ്പൊ കുട്ടികൾ ആരോ പറയണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സ്കെച്ച് പെൻ ഉണ്ട്, അതിനങ്ങനെ വരുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും ഷോപ്പിൽ. ഉണ്ടോ? പിന്നെ കുഴപ്പമില്ല. കളർ പെൻസിൽസ് ഗുഡ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ആദ്യമൊക്കെ കൊടുക്കുന്നത് കളർ പെൻസിലും ക്രയോൺസും അല്ലേ, അത് കഴിഞ്ഞിട്ടേ നമ്മൾ സ്കെച്ച് കൊടുക്കാറുള്ളൂ. അപ്പൊ രണ്ടാമത്തെ സോങ് ഞാൻ എഴുതിയത് ടീച്ചർ കുട്ടിയോട് പറയുന്ന പോലെ തന്നെയാണ്. അവിടെയും ആക്ഷൻസ് ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ വലിയ ടോണും റൈമിങ് വേർഡ്സും ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് എന്റെ റൈംസിന്റെ ഒരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നത്, കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കം ഡിയർ ചിൽഡ്രൻ, വി വിൽ സിംഗ് ടുഗദർ ABCDEFG. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. HIJK LMNOP, nod your head, nod nod nod. QRST UVW, stamp your feet, stamp stamp stamp. XYZ, shout hooray, hooray hooray hooray. ഇതാണ് ഞാൻ എഴുതിയത്. രണ്ടെണ്ണത്തിൽ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടമായത്, കാരണം കുറച്ചുകൂടെ ഇത് താളം പിന്നെ കുറച്ചുകൂടെ ഒരു ആക്ഷൻസും ഒക്കെ തോന്നും. രണ്ടെണ്ണം എഴുതി. ആൽഫബറ്റിക്കൽ സോങ്സ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് നമ്പർ സോങ്സ് ആണ്. ഞാൻ വീണ്ടും അടുത്ത പേജിൽ ഒരു ടൈറ്റിൽ പോലെ ഇങ്ങനെ കൊടുത്തു. നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ, ടൈറ്റിൽ പോലെ കൊടുത്തിട്ട് ആണ്. ഈ ഒരു റെക്കോർഡ് ഞാൻ റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് അൺറൂൾഡും ആണ്. കാരണം എനിക്ക് റൈറ്റ് സൈഡിൽ എഴുതണം, ലെഫ്റ്റ് സൈഡിൽ പിക്ചർ വരയ്ക്കോ ഒട്ടിക്കോ ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു റെക്കോർഡ് സെലക്ട് ചെയ്തത്. ഇനി രണ്ട് സൈഡും വരയില്ലാത്തത്, നിങ്ങൾക്ക് വരയില്ലാത്ത പേപ്പറിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. എനിക്ക് വരയുള്ളതിൽ എഴുതാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. കുറച്ചുകൂടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് എന്റെ ആയിട്ട് ശരിയാവണത് അതാണ്. മറ്റേത് കുറച്ച് വളഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് വരയിട്ടത് കിട്ടിയില്ല, വരയിടാത്തത് മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷെ ലൈൻസ് ഉള്ളതിൽ എഴുതാനാണ് കുറച്ചുകൂടെ താല്പര്യമെങ്കിൽ ലൈൻസ് ഉള്ളൊരു പേപ്പർ അതിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഷെയ്ഡ് വരും. ഒന്ന് സെക്യൂർ ചെയ്യുക, ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് എഴുതിക്കോളൂ, നല്ല നീറ്റ് ആയിട്ട്. നെക്സ്റ്റ് നമ്പർ സോങ്സ് സെയിം തന്നെ. കുട്ടികളും ടീച്ചറും മോളില് ആ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമല്ല, ഒരു പിക്ചർ വേണമെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ നമ്പർ ഒന്ന് കാണിച്ചു മാത്രം. 1, 2, enter the class. 3, 4, keep your bags down. 5, 6, say your prayers. 7, 8, smile each other. 9, 10, wish each other. Say hi, say hello, say good morning, be happy, happy, happy. എഴുതി വന്നപ്പോ എനിക്ക് ഇതിൽ കോൺഫിഡൻസ് ആയി എന്നുള്ളതിന് ഒരു ഇതാണ്. ആദ്യം കുറെ നേരം ആലോചിച്ചതേ ഇതന്നെ, പിന്നെ അങ്ങ് എഴുതി. പിന്നെ റഫായിട്ട് എഴുതലൊന്നുമില്ല, നേരെ റെക്കോർഡിലേക്ക് എഴുതാൻ തുടങ്ങി. നെക്സ്റ്റ് ടീച്ചറും കുട്ടികളും. ഒരു പിക്ചർ കുട്ടികളുടെ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് കുറച്ചൊരു ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എഴുതണം തോന്നി, അങ്ങനെ എഴുതിയതാ. Say 1, plant a tree. Say 2, water daily. Say 3, care it well. Say 4, plant more trees. Say 5, make a beautiful garden. Say 6, make it awesome. Say 7, touch and see the beauty. Say 8, feel the fragrance. Say 9, don't pluck the flowers. Say 10, love them all. 1 second.
ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു ഐഡിയ കിട്ടിയില്ലേ? ആൽഫബറ്റിക്കൽ സോങ്സ്, നമ്പർ സോങ്സ്, ഒരു ഐഡിയ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപ്സൂൾ പോയംസ് ആണ്. ക്യാപ്സൂൾ പോയംസ് എനിക്ക് 4 ലൈൻസ് മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറുതാക്കുക. നമുക്ക് നമ്മൾക്ക് കുറേ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 2 ഈച്ച് ഇൻ ഇംഗ്ലീഷ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കുറേ എഴുതാം. അതായത് ഇപ്പൊ കുട്ടികളെ നമുക്ക് ഒരു ഫ്ലവറിനെ കുറിച്ച് പഠിപ്പിക്കണം, അതിനെ കുറിച്ച് 4 ലൈൻസ് എഴുതി അത് പഠിപ്പിക്കാം. സണ്ണിനെ കുറിച്ച് പഠിപ്പിക്കണം, അതിനെ കുറിച്ച് 4 ലൈൻസ് എഴുതുക, അത് പഠിപ്പിക്കാം. മൂണിനെ കുറിച്ച് പഠിപ്പിക്കണം, സ്റ്റാറിനെ കുറിച്ച് പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് ഓരോന്നിനെ കുറിച്ചും കുഞ്ഞു കുഞ്ഞു റൈംസ് ഉണ്ടാക്കുവാണെങ്കിൽ ഇറ്റ്സ് ടു ഗുഡ്. പിന്നെ ഡേയ്സ്, സൺഡേ മൺഡേ അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ അതിന് മന്ത്സ് പഠിപ്പിക്കണം. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സൂൾ പോയിന്റ്സില് ഞാൻ ഫസ്റ്റ് എഴുതിയതില് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് 4 ലൈൻസേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ആകെ 4 വേർഡ്സേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 4 വേർഡ്സ് വെച്ചിട്ട് 4 ലൈനുള്ള ഒരു പോയം ഉണ്ടായി. റാറ്റ് റാറ്റ്, റൺ റൺ, ക്യാറ്റ് ക്യാറ്റ്, ചേസ് ചേസ്, റാറ്റ് റൺ, ക്യാറ്റ് ചേസ്, റൺ റൺ, ചേസ് ചേസ്. റാറ്റ്, ക്യാറ്റ്, റൺ, ചേസ്, അത്രേ ഉള്ളൂ അതിനകത്ത്. 4 വേർഡ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പോലെ ആയല്ലേ അതിനെ പറ്റി. എനിക്ക് കുട്ടികള് വരച്ചു തന്ന കേട്ടോ, ഞാൻ വരച്ചൊന്നുമില്ല. അവര് രണ്ടുപേരും കൂടി എനിക്ക് വരച്ചു തന്നു. നമുക്ക് വീട്ടിലെല്ലാരും കൂടി ചേർന്നിരുന്നത് ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. ഭയങ്കര ഒരു ഹാർമോണിയസ് ഹാപ്പി ഫീൽ ആയിട്ട്. നെക്സ്റ്റ് എനിക്ക് ഫസ്റ്റ് വണ്ണാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രണ്ടാമത് ഞാൻ എഴുതിയ ക്യാപ്സൂൾ പോയം ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ ക്യാപ്സൂൾ പോയിന്റ്സ്. പിന്നെ നെക്സ്റ്റ് അടുത്തതായിരുന്നു ഫോക്ക് സോങ്സ്. ഞാൻ വളരെയധികം ഫെയിൽ ആയത് ഇത് 2 എഴുതാനായിരുന്നു. കാരണം ഞാൻ എഴുതിയത് അത്ര നാടോടി പാട്ട് ഐറ്റംസ്, നാടൻ പാട്ട് എന്ന് പറയുന്നത് അതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയില്ല. ബട്ട് സംഭവം മാനേജ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ എഴുതിയതൊന്ന് വായിക്കാം. വലിയ രസമൊന്നുമില്ല. കുറച്ച് ഈ നാടൻ പാട്ടുകൾ പാടുന്നവര് ചില വേർഡ്സ് യൂസ് ചെയ്യില്ലേ, അത് ഞാനൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഹിപ് ഹിപ്, ഹുറേ ഹുറേ. സെക്കൻഡ് കേട്ടോ. അങ്ങനെ ഈ നാടോടി പാട്ടുകൾ, നാടൻ പാട്ടുകളിൽ ചില വേർഡ്സ് യൂസ് ചെയ്തില്ലേ, അങ്ങനെ കുറെ വേർഡ്സ് ഞാൻ ആഡ് ചെയ്തു എന്നല്ലാതെ വലിയ ഭംഗിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു കുട്ടി ഇങ്ങനെ കൈകുത്തി പാടുന്ന ഒരു കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ആ രീതിയിലൊരു പിക്ചർ, എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പിക്ചർ ആണോ എന്നൊന്നും പറയാനൊന്നും അറിയില്ല. അങ്ങനെ ഒരു അതിങ്ങനെ ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഒട്ടിച്ചു. Hip hip hooray hooray, farmers sang together happily. Hares waved their head in the wind. Birds sang together, coo 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 coo. They happily fly together. Everyone feeling happy, singing together, la la la. Nature also feeling happy when it touches by the raindrops. പിന്നെ ഒരെണ്ണം ട്രൈ ചെയ്തത്, ഈ ഫിഷർമെൻ ഒക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ അവരുടെ ഒരു പാട്ടുണ്ടല്ലോ, അവരാ ബോട്ട് ഇങ്ങനെ തള്ളി ഇറക്കുമ്പോഴും ആ ഫിഷിങ്ങിനൊക്കെ അവരുടെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അത് ഫാർമേഴ്സിന്റെ നിങ്ങൾക്ക് അങ്ങനെ നോക്കി എഴുതാം. അങ്ങനെ രീതിയിലൊന്ന് ട്രൈ ചെയ്തു. ഹിയ 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 ഹിയ, ഫിഷർമെൻ ഗ്രീറ്റ് ടുഗദർ, ഹാ ഹാ ഹാ. They sang together, hiya hiya, ha ha. They row their boat to sea for catching fish, singing yo yo la la, shouting hooray hooray. And അവരുടെ ഒരു പിക്ചർ ഒപ്പിച്ചു.
ഫോക്ക് സോങ് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഫോക്ക് സോങ് ഒക്കെ ഭയങ്കര രസമല്ലേ, ഇങ്ങനെ അതിനൊരു പ്രത്യേക ടോൺ ഒക്കെ അല്ലേ, ഒരു റിതം ഒക്കെ ഉണ്ടല്ലേ. മാം ഈ ഫോക്ക് സോങ് നമുക്ക് എത്ര ലൈൻ മീൻസ് അതിന് വേണം? 8 to 12 lines, 10 lines അല്ലെങ്കിൽ 6 lines ആയാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ജനറലി ക്രിയേറ്റ് ഓൾ സോങ്സ് എന്റെ ബ്രാക്കറ്റിൽ കണ്ടോ 8 to 12 lines എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കിട്ടും. നെക്സ്റ്റ് റിഡിൽ സോങ്സ്. ഇതും വലിയ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. എന്ന് വെച്ചാൽ നമ്മളൊരു റിഡിൽ, ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഒരു കുറച്ച് ക്ലൂസ് കൊടുക്കും, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ ആൻസർ വരണം. I can fly high, I am not a bird. I am colorful, I have no wings. Everyone likes me, all are my friends. But I need thread and you, then only I can fly. Tell me, my friend, who am I? Kite, kite, beautiful kite. ഇതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഓരോരോ സെന്റൻസ് ലൈൻസ് കിട്ടി. ഒരെണ്ണം എഴുതിയപ്പോ അടുത്തത് അത് എഴുതണം എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റി. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണോ നമുക്ക് ആൻസർ വരേണ്ടത് അതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതിപ്പോ ഒരു റിഡിൽ, കടങ്കഥ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ കിട്ടുന്ന രീതിയിൽ. ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. I am yellow and like a bowl. My house is at sky. I give light to grow. I will shine all the day. I will hide in the night. You cannot reach at me. Sorry, I am too hot, my dear. Yes, it is the shining sun. Okay. വരച്ചതാട്ടോ. കളർ ചെയ്യാനായിട്ട് ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തത്. ഇപ്പോഴും നല്ല ഫൈൻ ആയിട്ടിരിക്കും. സാധാരണ ക്രയോൺസ് ആണെങ്കിൽ ഇങ്ങനെ പൊടി പൊടി പോലെ വരും അല്ലേ, നമുക്ക് അതിനകത്തൊരു സ്ക്രബർ പോലെ എന്തോ ഒരു ഇതുണ്ടല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫൈൻ ആയിട്ടിരിക്കും. ഒന്ന് ചെയ്തത് എത്രയോ നാളെ 10 years ആയി. അടുത്തത് പ്രൊവൈഡ് സയന്റിഫിക് നോളജ് ടൈപ്പ്. അപ്പൊ 2 എണ്ണം ഞാൻ റിഡൽസിൽ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ പ്രൊവൈഡ് സയന്റിഫിക് നോളജ് ടൈപ്പ്. അപ്പൊ ഇത് എഴുതിയത് പ്ലാനറ്റ്സിനെ കുറിച്ചായിരുന്നു. സോളാർ സിസ്റ്റമില്ലേ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 9 പ്ലാനറ്റ്സ് ആയിരുന്നു. പിന്നെ കുട്ടികൾ പഠിക്കാറായപ്പോ 9 എന്നുള്ളത് 8 ആയി. എന്തുകൊണ്ടാ? പ്ലൂട്ടോ യെസ്, പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു റിസർച്ച് അതിന്റെ ഫാക്റ്റും ഒക്കെ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. This round in shape, it looks like a football. Sun is a big hot star. Stars give out light in night. Sun gives heat and light. All the planets revolve around the sun. Solar system. In the picture, it is വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. കുട്ടികളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്റ്റേണൽ ബോഡി പാർട്സിനെ കുറിച്ചായിരുന്നു അടുത്ത ഒരു സയന്റിഫിക് നോളജ് ടൈപ്പിൽ എഴുതിയത്. We have 2 eyes. Eyes help us to see. ഇതൊക്കെ നമ്മൾക്ക് പഠിപ്പിക്കാൻ വരും അവർക്ക് EVS അല്ലെ. EVS ഉണ്ടെങ്കിൽ EVS ഇതൊക്കെ പഠിപ്പിക്കാൻ ഉണ്ടാവും. അപ്പൊ ഈ റൈംസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്. അതും കുറച്ചുകൂടി എളുപ്പമായിരിക്കും എഴുതാൻ. പക്ഷെ ഞാൻ അതിനത്ര വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തില്ല എന്നുള്ളത് എനിക്ക് വായിച്ചിട്ട് തോന്നുന്നു. Which is a yellow color flower? It is sunflower. Which flower grows on water? It is lotus. Which plant has gold thorns? It is rose plant. Which is a medicinal plant? It is basil plant. Who is king of fruits? It's mango. അപ്പൊ കിട്ടിയ പിക്ചറൊക്കെ അന്ന് ഒട്ടിച്ചു വെച്ചു. മാംഗോ ഒക്കെ ഒട്ടിക്കായിരുന്നു, അന്ന് കളക്ട് ചെയ്തില്ല. നെക്സ്റ്റ് അനിമൽ, അതുപോലെ അങ്ങനെ തന്നെയാണ് അടുത്തതും എഴുതിയത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പില്. Who guards our house? It is dog. Who has got black and white stripes? It is zebra. Who has got colorful wings? It's butterfly. Who has got beautiful feathers? It is peacock. Who is the biggest land animal? It is elephant. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചു.
കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് ഒരു താളം ഒരു ടോണിലൊക്കെ ചെയ്യാട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ജനറൽ നോളജ്. അത് ചെയ്തത് ഒരു ട്രീ പ്ലാന്റ് ചെയ്യുന്നത്. ആദ്യം അത് സാപ്ലിംഗ് ആയി, പിന്നെ ഒരു സീഡ് ആയിരുന്നു, പിന്നെ സാപ്ലിംഗ് ആയി, അങ്ങനെ അങ്ങനെ അത് വളർന്നു, ഫ്രൂട്ട്സ് ആയി, ഫ്രൂട്ട്സ് എല്ലാരും കഴിച്ചു, അതിന്റെ ഷെയ്ഡിൽ എല്ലാരും റെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ ഒരെണ്ണായിരുന്നു ഇട്ടത് ജനറൽ നോളജ്. ഇറ്റ് വാസ് വൺസ് എ സീഡ്, the farmer sowed and watered it, then it grew into a sapling, later it became a tree. It bears tasty fruits, all eat its fruits and rest in its shade. സ്പ്രൗട്ടിംഗ് ഒക്കെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. വിത്ത് കുഴിച്ചിട്ട് അതിന്റെ മുള വരുന്നതും, പിന്നെ അതൊരു സാപ്ലിംഗ് ആവുന്നതും, പിന്നെ വാട്ടർ ചെയ്യണതും, അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. നെക്സ്റ്റ് ആനിമൽസിനെ കുറിച്ചായിരുന്നു. ആനിമൽസ് മാത്രമല്ല, അനിമൽ അവരുടെ വീടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഓരോ അനിമൽസിന്റെയും വീടിന് പറയുന്ന പേര്. We live in our sweet home. Animal friends also have home. Cow and goat live in a shed. A dog lives in a kennel. Hen has a coop and horse has a stable. King of forest is the lion who has got a den. Biggest land animal is elephant. Tallest animal is giraffe. Both live under the trees. Everyone has got sweet home. Sweet, sweet, sweet home. Next, healthy habits type. കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഒക്കെ ടെക്സ്റ്റിലുണ്ടാവും അതിന്റെ ആ ഒരു പിക്ചർ ഒക്കെ, അല്ലെ? Early to bed, early to rise. Make everyone healthy one. Brush your teeth twice a day. Make your smile white as milk. Wash your hands before and after every meal. Take a bath twice a day. You can feel and see best of you only. അടുത്തതും അതുപോലെ തന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. മുടി ചെയ്യുന്നതും, നടക്കുന്നത്, ഡ്രസ്സൊക്കെ നീറ്റായിട്ട് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നഖം വെട്ടുന്നതൊക്കെയാണ് പിക്ചർ വെച്ചിരിക്കുന്നത് കേട്ടോ. Pray to God every day and every day. Have healthy food in time, then only you get power. Comb your hair regularly, you can see how nice it is. Trim your nails regularly, it should be good for you. Wear neat and clean clothes, then you can see how smart you are. ഇനി about great people. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം തോന്നിയത് ഇത് എഴുതിയപ്പോഴായിരുന്നു കേട്ടോ. കാരണം എന്റെ മനസ്സിലുള്ള 2 ആളുകളെ കുറിച്ചായിരുന്നു ഞാൻ ഇത് എഴുതിയത്. അത്രയും അവർ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരു കറക്ഷൻ പോലും അതിൽ വന്നില്ല എന്നുള്ളതാണ്. First one, Jesus Christ. Oh Jesus, you Son of God. He is unique and kind. He heals the wound and pain. He speaks about love only. He says, you shall love your neighbors as yourself. He says, love God with all your heart, soul and mind. He the love and kind. Jesus Christ, ചെറിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എഴുതിയത്, അടുത്ത സെക്കൻഡ് വൺ അതിനകത്ത് എഴുതിയത് മദർ തെരേസയെ കുറിച്ചായിരുന്നു. The symbol of love and affection. It's only you, mother. She was always there for poor and needy. She believes she belonged to the world, always keeping smile on her face. We can feel the affection in her arms. She will show what real love can do. ഇതൊന്നും ഇതുവരെ എഴുതാതിരുന്നിട്ട് ഇത് ശരിക്കും ഉള്ളിലുണ്ടായിരുന്നു, അതങ്ങ് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും അങ്ങനെ കുറച്ചൊന്നും മെഡിറ്റേഷൻ ഒക്കെ ചെയ്തൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഇത് about animals.
അനിമൽ സൗണ്ട്സ് ആയിരുന്നു ഇന്നത്തെ തന്നത്. ഇതും കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വി ക്യാൻ മേക്ക് സോ മെനി സൗണ്ട്സ്. അനിമൽസ് ക്യാൻ മേക്ക് their own sounds. Dog barks, bow, bow, bow. Cat mews, meow, meow, meow. Cow moos, moo, moo, moo. Sheep says, ba, ba, ba. Horse says, neigh, neigh, neigh. Donkey says, bray, bray, bray. ഇതൊക്കെ നമുക്ക് ആക്ഷൻ കാണിച്ചും ചെയ്യാം. എലിഫന്റ്സ് അതിന്റെ പ്ലക്കാർഡും പിടിക്കാം ഈ അനിമൽസിന്റെ പിക്ചർ വെച്ചിട്ട്. എലിഫന്റ്സ് trumpets loudly, lion and tiger roar aloud. അനിമൽസിന്റെ പിക്ചേഴ്സും വെക്കാം. പിന്നെ അനിമൽസ് നമുക്ക് അവരെ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ളതിന്റെ രീതിയിൽ അടുത്തത് എഴുതിയിരുന്നു. Cow and goat give us milk, so as buffalo too. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle, they are really good and cute. About birds. Birds like to fly high, some birds don't fly. All lays eggs to hatch. Birds make chirping sounds. Crows make caw-caw. Doves make coo-coo. Ducks make quack-quack. Hens make chick-chick. Owls can see only night. They make hoot-hoot. Peacock dance beautifully. Parrots talk nicely. അതിന്റെ കുറച്ച് ബേർഡ്സിന്റെ പിക്ചേഴ്സ്. ഞാൻ അടുത്ത സ്റ്റോറിയില് ഒരു ബേർഡിനെ വരച്ചിരുന്നു. പക്ഷെ അതിന്റെ ഔട്ട്ലൈൻ ഞാൻ ബ്ലാക്ക് സ്കെച്ച് കൊടുത്തു. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ബാക്ക് സൈഡില് ഞാൻ എഴുതിയതില്ല പാട് ഉണ്ടോ. സ്കെച്ച് പെൻ യൂസ് ചെയ്തപ്പോ പറ്റിയത് പറ്റി. ലൈൻസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പക്ഷെ കുറെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി. ബാക്കിയൊക്കെ ഓയിൽ പേസ്റ്റ്. നെക്സ്റ്റ് പ്രെയർ സോങ്സ്. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പ്രെയർ ചെയ്യുന്നുണ്ടല്ലേ? ആക്ച്വലി ഞാനിങ്ങനെ എല്ലാ ബാച്ചിനോടും ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ പ്രെയർ ചെയ്യുമ്പോൾ നത്തിങ് റിലീജിയസ് ആ ഒരു രീതിയിൽ പ്രെയർ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾക്ക് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും നിർബന്ധമായിട്ട് ഇംഗ്ലീഷിൽ പ്രെയർ എഴുതാം. അത് ഓൺ ദ സ്പോട്ടാ. വീട്ടിൽ പോയി എഴുതി ആലോചിച്ച് കണ്ടുപിടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞങ്ങളോട് വട്ടത്തിൽ ഇരിക്കാൻ പറയും. ഞങ്ങൾക്ക് ഇത്ര സമയം തരും, എന്നിട്ട് ഇരുന്ന് പ്രെയർ എഴുതാൻ പറയും. പ്രെയർ എഴുതി കഴിഞ്ഞിട്ട് പാസ് ചെയ്യും. അടുത്ത ആൾക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾക്ക് മാർക്ക് ഇടും. നമ്മുടെ പ്രെയർ വായിക്കുന്ന ആള് നമുക്ക് മാർക്ക് ഇടും. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് ആരുടെ പ്രെയറിനാണോ കിട്ടിയത് ആ പ്രെയർ ആയിരിക്കും ഞങ്ങളുടെ ഫുൾ ആ ഒരു വർഷം കോഴ്സിന്റെ മോണ്ടിസോറി കോഴ്സിന്റെ ഫുൾ ആ ഒരു വർഷം ആ പ്രെയർ ആയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ആ പ്രെയർ ചെയ്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ലി എന്റെ പ്രെയർ ആയപ്പോൾ സെലക്ട് ചെയ്തത് ആ പ്രെയർ ഇതിലുണ്ട്, ഞാൻ വായിക്കും. എന്നിട്ട് ആ പ്രെയർ തന്നെയാണ്. ആ 2 പ്രെയർ നമ്മൾ ചെയ്യും. അതിൽ ഒരു പ്രെയർ ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്. 2 എണ്ണം നമ്മൾ റെക്കോർഡിൽ എഴുതും. ഞാൻ ആദ്യം വായിക്കുന്ന പ്രെയർ അല്ല അന്ന് ഞങ്ങൾ എഴുതിയത്, രണ്ടാമത്തെയാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ വായിക്കാം. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us the life. Thank you God for guiding us. Thank you God for saving us. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for the flowers that bloom. Thank you God for everything. ഇങ്ങനെ ഒരു പിക്ചറും സ്റ്റിക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ പക്ഷെ അങ്ങനെ ഒരു രീതി വേണ്ട. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കണ്ടീഷൻ. ഒരാളുടെ സെലക്ട് ചെയ്യുന്നു ഒരു വർഷം. ഞാൻ അത് വേണ്ട, എല്ലാവർക്കും ആ ചാൻസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഓരോ ദിവസം ഓരോരുത്തർ പ്രെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു. എല്ലാവരിലേക്കും ചാൻസ് തരും. അപ്പൊ ഞാൻ എഴുതിയ എന്റെ പ്രെയർ ഞാൻ വായിക്കാം. When sun shines, feeling good, then sorrows will go away. When moon lights, feeling good, then calmness will fill in heart. When stars twinkle, feeling good, then smile comes on the face. When breeze blows, feeling good, then peace will come on mind.
When flowers bloom, feeling good, then fragrance spread all over. When birds sing, feeling good, then sweetness will hear around. When lamp brights, feeling good, then shine comes on the face. When all together doing well, then happiness forever. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇതിന്റെ ഈ ഒരു സോങ് പ്രെയർ ചെയ്തപ്പോൾ. പക്ഷെ പ്രെയർ ചെയ്യുക മാത്രല്ല, ഇതിന് നമ്മൾ മ്യൂസിക് ഇടണം. ആ കാര്യത്തിൽ എനിക്ക് അത്ര നല്ലതായിട്ട് അറിയില്ലായിരുന്നു മ്യൂസിക് ഇടാൻ. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ആ പ്രെയർ ചെയ്തു പോയി. അതിനിങ്ങനെ ഒരു പിക്ചർ എനിക്ക് ആപ്റ്റായിട്ട് തോന്നി. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ കുട്ടികളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ റൈം റെക്കോർഡ് ഇതാണ്. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ ഓരോരോ ഇപ്പൊ ക്യാപ്സൂൾ തന്നെ പല കാര്യങ്ങൾ ടീം വെച്ചിട്ട് നമുക്ക് ക്യാപ്സൂൾ സോങ്സ് ഉണ്ടാക്കാം. കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എളുപ്പമാണ്. എന്താ പറയാ, ഡേയ്സിനെ പറ്റി നമ്മൾ ചെയ്യാം, മന്ത്സ് ചെയ്യിക്കാം, അങ്ങനെ പല രീതിയിലും അവർക്ക് റൈംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് പഠിക്കും അവര്. അതാണ് ഓരോന്നിനും പിക്ചറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ. ഇപ്പൊ നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമാണ് കേട്ടോ. ഇതാർക്കും കൊടുക്കാനുള്ളതോ ഇതിലാരും കുത്തി വരപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യിക്കേണ്ടതല്ല. അത് നമ്മൾക്ക് സ്വന്തമാണ്, നമ്മുടെ റെഫറൻസ് ആണ്. എവിടെയും കൊണ്ടുപോയി കൊടുക്കാനോ ഒന്നും വേണ്ട. നമ്മളുടെ കയ്യിൽ നമുക്കത് റെഫറൻസ് ആണ്. ഒരു ക്ലാസ്സിന് പോകുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരോടും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പം വേറൊരാളുടെ നോക്കി കോപ്പി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ തോട്ടാണ്, അല്ലെ? അവർ ചിന്തിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ വ്യക്തിക്കാണ് ആ ഒരു ഗ്രോത്ത് ഉണ്ടായേക്കണേ. നമ്മളത് കോപ്പി ചെയ്താൽ നമുക്കൊന്നും കിട്ടാനില്ല അതിൽ. ഓക്കെ, അത് നോക്കുക. അപ്പൊ അതാണ് റൈംസ്. ജസ്റ്റ് സ്റ്റോറി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. റൈമിനെ കുറിച്ച് ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? മാം, എല്ലാത്തിനും പിക്ക് വേണമെന്നുണ്ടോ? പടം വേണമെന്നുണ്ടോ? നമ്മുടെ റെക്കോർഡിന്റെ പേര് എങ്ങനെയാണല്ലോ, ഇല്ലിസ്ട്രേറ്റഡ്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ എന്നുള്ള മീനിങ് തന്നെയാണ്. ഇല്ലിസ്ട്രേഷൻ വേണം എന്നാണ് അതിന്റെ. നെക്സ്റ്റ് അടുത്തത് ക്യാപ്സ്യൂൾ സോങ്സ് എന്നോട് പറയാതെ എന്തൊക്കെ എടുക്കുക ടോപ്പിക്? ക്യാപ്സ്യൂൾ സോങ്സ് എന്താ? അതിന് തീമൊന്നും തന്നിട്ടില്ല. നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ഒരു 4 ലൈൻസ് ഏറ്റവും ചെറിയ റൈം ഉണ്ടാക്കുക. ക്യാപ്സൂൾ പരുവെന്ന് പറയില്ലേ, ക്യാപ്സൂൾ ആയിട്ടൊരു. ഞാൻ ആ ഒരു 4 ലൈൻസിന്റെയാണ് ഞാൻ ക്യാപ്സൂൾ പോയംസ് ചെയ്തത്. അതിലെ ഒരെണ്ണം തന്നെ അതിനകത്ത് 4 വേർഡ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. 4 വേർഡ് വെച്ചിട്ടായിരുന്നു പോയം ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ വളരെ മീനിങ് ഫുൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്കന്ന് തോന്നിയിരുന്നു. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നന്നായിട്ട് തോന്നി. അങ്ങനെ എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഇപ്പൊ ക്യാറ്റിനെ കുറിച്ച് മാത്രം നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് ക്യാറ്റിനെ കുറിച്ച് എന്തെങ്കിലും 4 കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കണക്ട് ചെയ്ത് കുറച്ച് റൈമിംഗ് ആയിട്ട് ടോണിലൊക്കെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. ഏതെങ്കിലും ഡോഗിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, ഹോമിനെ കുറിച്ച് എഴുതണം, സ്കൂളിനെ കുറിച്ച് എഴുതണം. അടുത്തത് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്കാണ്. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്റ്റോറി ഓരോന്ന് മതി കേട്ടോ, ഇംഗ്ലീഷിൽ തന്നെ ഓരോന്ന് മതി. നിങ്ങൾ മലയാളത്തിലാണ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നെങ്കിൽ അപ്പൊ മലയാളത്തിൽ എഴുതാം. പിന്നെ ഒരു നിർബന്ധവും ഇല്ല റൈം തീർന്നിട്ടേ സ്റ്റോറി തുടങ്ങാവുന്നൊന്നും. ചിലപ്പോൾ റൈമിന് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് സ്റ്റോറിയുടെ ഒരു ഇത് കിട്ടുന്നത്. വേഗം പോയി ആ സ്റ്റോറി അങ്ങ് എഴുതി വെച്ചോളൂ, ഒരു ഐഡിയ കിട്ടുന്നത്. സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും റൈമിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. ഓടിപ്പോയി ആ റൈം എഴുതി വെച്ചേക്കുക. ഇത് രണ്ടും വേറെ വേറെ റെക്കോർഡ് ബുക്കിനകത്തല്ലേ ചെയ്യേണ്ടത്? അതെ അതെ. പിന്നെ നമ്മൾ എഴുതുന്ന ഓരോ കഥയിലും നല്ലൊരു മോറൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് കഥയിലൂടെ ആവുമ്പോഴേക്കും അത് അവരുടെ ഉള്ളിൽ ശരിക്കും കയറും. അവർ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നമ്മൾ അങ്ങനെയല്ലേ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോഴേക്കും, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയുന്നു. അപ്പൊ നമ്മളൊരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വീട്ടിലാണ് അതിന്റെ ഒരു അവയർനെസ് കിട്ടുന്നത്. അങ്ങനെ കുറെ കുട്ടികളാവുമ്പോഴേക്കും ഒരു കമ്മ്യൂണിറ്റിയിലാണ് അതിന്റെ അവയർനെസ് വരുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ചസ് ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവും. അതിൽ പറയുന്നൊരു ആ സൊസൈറ്റി ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ അതൊരു രാജ്യത്തിന്റെ പുരോഗതി അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ അതെല്ലാം വരുന്നത് നമ്മൾ ഈ കുട്ടികൾ പോകുന്ന എൻവിയോൺമെന്റിന്റെ ഒരു ഫേസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂള് അങ്ങനെയുള്ള അടുത്ത് വരുമ്പോഴാണ് കുട്ടികൾക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പൊ അവിടെ അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എത്രയും കൂടുതലാണ്. ടീച്ചറാണ് ശരിക്കും ഒരു കുട്ടിയെ ഷേപ്പ് ചെയ്യുന്നതിന് വളരെയധികം പങ്ക് കൂടുതൽ റോള് ടീച്ചർക്ക് ഉണ്ട്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം സ്കൂളിലാണ്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അവർ കുറച്ചു നേരം കളിക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പിന്നെ എന്തെങ്കിലും അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുന്നു, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു അല്ലെ. പക്ഷെ അവർ ആക്റ്റീവായിട്ട് വളരെ അലേർട്ടായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലാണ്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റ്മെന്റ് വളരെ കൂടുതലാണ്. നമ്മൾ അങ്ങനെ കുറെ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചില ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ ഉണ്ടാവുന്നതിന് കാരണം അതാണ്. അവര് അത്രയും നമ്മളാക്കാൻ അവരുടെ ഒരു പങ്ക് അത്രയും ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു റോൾ അവരെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ടീച്ചർമാരെ നമുക്ക് മനസ്സിലാക്കുന്നത്. ചിലരെയൊന്നും നമ്മൾ ഓർക്കണ പോലും ഉണ്ടാവില്ല, ചിലരെ നമ്മൾ നല്ലപോലെ ഓർക്കും അല്ലെ. ഓക്കെ, മോറൽ സ്റ്റോറിയാണ് ഫസ്റ്റ് വൺ. പിന്നെ എല്ലാ സ്റ്റോറിക്കും അതിന് ആപ്റ്റ് ആകുന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കണ്ടുപിടിച്ച് എഴുതുക. അതും കൂടെ ചെയ്യണം കേട്ടോ. ഒരു കഥ എന്ന് പറയുമ്പോൾ അതിനൊരു ടൈറ്റിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. നമ്പർ സോങ്, ആൽഫബറ്റിക്കൽ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ അതേസമയം നമുക്ക് ഇവിടെ തീം മാത്രമേ ഉള്ളൂ. കഥയ്ക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്, ഓരോരോ ഹെഡിങ് ആയിട്ടൂടെ കൊടുത്തിരിക്കുന്ന തീമാണ്. അപ്പൊ നമ്മൾ പക്ഷെ അതിനൊരു ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാം. അതൊന്ന് ഓർക്കുക. നമുക്ക് ഈ ആദ്യം ചെറിയ ചെറിയ കഥകളാണ്, പിന്നെ നമുക്ക് നോവൽ എഴുതേണ്ടതായിട്ട് വരും, ഡ്രാമ എഴുതേണ്ടി വരും, മൈം വരും. നോവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയൊരു കഥ പോലെയല്ല നോവല്. കുറെ പാർട്സ് ഉണ്ടാകും, കുറെ സിറ്റുവേഷൻസ് ഉണ്ടാകും നോവലില്. ചിലപ്പോൾ കുട്ടിക്കാലം, അല്ലെങ്കിൽ ആള് വലുതായിട്ട്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ ഇതുണ്ടാവും, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നോവലിൽ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവൂലെ. ഡ്രാമ എന്ന് പറയുമ്പോൾ എന്താ, കോൺവെർസേഷൻ ആണ്, ഡയറക്റ്റ് സ്പീച്ച്. അങ്ങനെയല്ലേ നാടകം, ഡ്രാമ അങ്ങനെയല്ലേ. ഫാദർ, ഐ ആർ യു ഹിയർ എന്ന് പറഞ്ഞ നമ്മള് കോഡ്സിൽ ഇട്ടിട്ട് നമ്മൾ അതിന്റെ കോൺവെർസേഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടും. മദർ, പിന്നെ ഡോക്ടർ, അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡ്രാമ. അപ്പൊ ഡ്രാമയിൽ നമ്മള് സിറ്റുവേഷൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ റീനാസ് ഹോം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ട് ആ സമയത്ത് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ടാണ് ഡ്രാമയിൽ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂള്, റീന സ്കൂൾ, ഈ സ്കൂളിൽ അടുത്ത സിറ്റുവേഷൻ, അങ്ങനെയാണ് നമ്മൾ ഡ്രാമ എഴുതുക അല്ലെ. പിന്നെ മൈം പറഞ്ഞിട്ടുണ്ട്. മൈം ശരിക്കും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പറ്റിയ ഒരു കഥ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും, അത്രയേ ഉള്ളൂ. മൈമിനൊന്നും പിക്ചർ വേണ്ട, മൈമിനും ഡ്രാമയ്ക്കും പിക്ചർ വേണ്ട. മൈം എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാലോ, ആക്ഷൻസ് മാത്രം, പല്ല് കാണില്ല അല്ലെ. അവര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും മുഖത്ത് നിറയെ വൈറ്റ് ഒക്കെ അടിച്ച് അങ്ങനെ കയ്യില് വൈറ്റ് സോക്സ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണല്ലോ മൈം. ഒരു പ്രത്യേക രീതിയിലാണ് മൂവ്മെന്റും, ഒരു പാവ നടക്കുന്ന പോലെയോ അങ്ങനെ എന്തോ, ഇങ്ങനെ കീ കൊടുക്കുന്ന പാവ നടക്കുന്ന പോലെയോ അങ്ങനെയൊക്കെയല്ലേ അവരുടെ മൂവ്മെന്റ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ മൂവ് ചെയ്തിട്ടാണ് അവര് ആക്ട് ചെയ്യുന്നത്. മൈമിന് പറ്റിയ ഒരു സ്റ്റോറി അത് അങ്ങനെ ആക്ഷൻസിലൂടെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകണം. അതിന്റെ ഒപ്പം അവർക്കൊരു മോറൽ വാല്യൂം കൂടെ ഉള്ളിലേക്ക് കയറണം. ആ രീതിയിലുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഫസ്റ്റ് എഴുതിയത് ഒരു മോറൽ സ്റ്റോറിയാണ്. അതിന് ഞാൻ കൊടുത്ത പേര് പങ്ക്ച്വാലിറ്റി എന്നായിരുന്നു. ഞാനത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല മിടുക്കിയാണ്, എല്ലാം ചെയ്യും, പഠിക്കുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് പഠിക്കില്ല. എക്സാം ടൈം ആകുമ്പോഴേക്കൊരു വൃത്തി പിടിച്ചുള്ളൊരു പഠിത്തം. അപ്പൊ അങ്ങനെ, പക്ഷെ സമൂഹം ആൾ അങ്ങനെ പഠിച്ചിട്ട് അവൾക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പൊ അവൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിച്ചാലും എനിക്ക് മാർക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും ടൈമിൽ ചെയ്യില്ല, ലാസ്റ്റ് മൊമെന്റ് ചെയ്യുന്ന രീതിയിലൊരു കുട്ടി. സ്കൂൾ കോളേജ് സംഭവം അവൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അവള് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരു ഫേമിന്, ജോബിന് അതിങ്ങനെ എയിം ചെയ്താണ് ആള് എഴുതുന്നത്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഇന്റർവ്യൂവിന് കോൾ ലെറ്റർ വരുന്നു. ആസ് യൂഷ്വൽ അവള് തലേദിവസം തന്നെ എടുത്തിട്ട് സാധനങ്ങളൊന്നും എടുത്തു വെച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോഴതൊക്കെ നോക്കുന്നത്. അങ്ങനെ അവള് ലേറ്റ് ആയി. അവിടെ എത്തിയപ്പോഴേക്കും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ആളെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവൾക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു. ബട്ട് അതോടുകൂടി അവൾക്ക് മനസ്സിലായി പങ്ക്ച്വാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അതാണ് ഞാൻ മോറൽ സ്റ്റോറിയിലേക്ക്. ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് മോറൽ സ്റ്റോറി. ഇനി ഇതില് ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത സ്റ്റോറീസ് ഉണ്ട്, നമുക്ക് എടുക്കാം. ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചതോ അങ്ങനെ പഴയ കഥകളോ ഒക്കെ എടുക്കാവുന്നത്. അതിന് സെക്കൻഡ് വൺ ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി. അതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും
ലൈക്ക് ഏതെങ്കിലും സ്റ്റോറീസ്, രാമായണോ മഹാഭാരതോ ബൈബിളിലെയോ അങ്ങനെ നബി റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഒരു മിത്തോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോറി എടുക്കാം. ഞാൻ എഴുതിയത് തെന്നാലി രാമനെ കുറിച്ചാണ്, അതൊക്കെയുള്ള കഥകളാണല്ലോ. അങ്ങനെ അതൊക്കെ നമുക്ക് എടുക്കാം, ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. തെന്നാലി രാമനെ കുറിച്ച് തെന്നാലി രാമന്റെ അറിയാലോ, നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരെണ്ണെങ്കിലും കഥ വായിച്ചിട്ടുണ്ടാവും. തെന്നാലി രാമനെ ഓരോന്നിനും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും വളരെ രസകരമായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ പിക്ചോറിയൽ സ്റ്റോറി, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് 2 രീതിയിൽ എഴുതാം പിക്ചോറിയൽ സ്റ്റോറി. രണ്ടാമത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിനകത്ത് നിന്ന് എഴുതാനാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം എന്നാണോ പറയുന്നത്? അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. കാരണം വെച്ചാൽ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ആണല്ലോ, ഒരു മിത്തോളജി, രാമായണം മഹാഭാരതം ബൈബിളിലെ ഏതെങ്കിലും കഥകളോ ഏതെങ്കിലും ഇൻസിഡൻസോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയത് തെന്നാലി രാമനെ കുറിച്ചാണ്. തെന്നാലി രാമന്റെ ഒരു കഥ എഴുതിയത്, അത് ഇതുപോലൊരു ബുക്കിൽ വന്ന ഒരു കഥ ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് എഴുതി, അതിൽ തന്നെ പിക്ചർ ഞാൻ എടുത്തു, അങ്ങനെയൊക്കെ ചെയ്തത്. പിക്ചോറിയൽ സ്റ്റോറി നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒരു മെത്തേഡ് ഞാനിപ്പോ പറയാം. അതായത് ഈ നമ്മളിപ്പോ ഒരു ക്യാറ്റ് മൗസ് അങ്ങനെ കഥ എഴുതുവാണെങ്കിൽ ക്യാറ്റിന്ന് എഴുതേണ്ട ഭാഗത്തൊക്കെ ഒരു ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിച്ചു വെക്കുക, മൗസിന് എഴുതേണ്ട ഭാഗത്തൊക്കെ ഒരു മൗസിന്റെ പിക്ചർ ഒട്ടിക്കുക, ചീസ് അതിനകത്ത് ചീസോ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീസിന്റെയോ കേക്കിന്റെയോ പിക്ചർ ഒട്ടിക്കുക, ട്രീ ഉണ്ടെങ്കിൽ ട്രീയുടെ പിക്ചർ ഒട്ടിക്കുക, ഡോഗ് ഉണ്ടെങ്കിൽ ഡോഗിന്റെ പിക്ചർ ഒട്ടിക്കുക. അങ്ങനെയുള്ള കഥകളില്ലേ? അതായത് പിക്ചർ കണ്ട് കുട്ടി അത് എന്താന്ന് ഐഡന്റിഫൈ ചെയ്ത് റീഡ് ചെയ്യുന്ന ടൈപ്പ് കണ്ടിട്ടുണ്ടാവും. കളിക്കുടിക്കൊക്കെ അങ്ങനത്തെ മാജിക് പോട്ട് അങ്ങനത്തെ ബുക്കുകളിലൊക്കെ അത് കാണാറുണ്ട്. അങ്ങനെ സ്റ്റോറി എഴുതാം, പിക്ചോറിയൽ സ്റ്റോറി. നമുക്ക് അങ്ങനെയുള്ള ഇപ്പൊ മിസ് ഈ ഒരു ഓർഡർ തന്നില്ല, അതിലുള്ള ഏതെങ്കിലും ആണ് ഇപ്പൊ ഇത് വേറെയാണ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വേറെയാണ് ഇപ്പൊ റെക്കോർഡ് പറയണേ? അതെ, റൈം വേറെ, സ്റ്റോറി വേറെ റെക്കോർഡാ. ഇതിലിപ്പോ മോറൽ സ്റ്റോറി അങ്ങനെ ഓരോന്ന് തന്നിട്ടുണ്ടല്ലോ മിസ്സേ, അതിലുള്ള അല്ലല്ലോ ഇപ്പം പറയണത്. ഇപ്പൊ ഈ ജെ വരെയുള്ളത് വേറെ റെക്കോർഡിലല്ലേ എഴുതേണ്ടത്? ഓർഡർ തന്നിട്ടില്ലേ മിസ് ഇപ്പൊ ആ സ്ക്രീനിൽ ഇട്ടേക്കണത്? ഇത് ഇവിടെ ഒരു നമ്പർ കണ്ടോ, 3 ഇവിടെ ഒരു നമ്പർ കേട്ടോ, 3 എന്നൊരു നമ്പർ കണ്ടോ? ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക് എന്ന ടൈറ്റിലിന്റെ അടുത്തൊരു 3 എന്നൊരു മുകളിൽ എഴുതിയിരിക്കുന്ന പറയുന്നത് ഇലസ്ട്രേറ്റഡ് ആക്ഷൻ സോങ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ 3 എഴുതിയിട്ടില്ല. തേർഡ് റെക്കോർഡ് എന്നാണ്. അപ്പൊ തേർഡ് റെക്കോർഡിൽ നിങ്ങൾ എഴുതേണ്ടതാണ് ഈ താഴെയുള്ളതെല്ലാം. മനസ്സിലായോ? അത് ഇപ്പൊ മിസ് ഓരോന്ന് ഓർഡർ ചെയ്ത് റൈംസ് ഒക്കെ പറഞ്ഞല്ല. ഇപ്പൊ മിസ് എന്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് മനസ്സിലാവാത്തത്. സ്റ്റോറിയെ കുറിച്ചാ പറയുന്നേ. ഞാൻ റൈംസിന്റെ റെക്കോർഡ് കഴിഞ്ഞു. അതാണ് ചോദിച്ചത്. അത് ആ ഹെഡിങ് കിട്ടിയില്ല എനിക്ക്. പോയോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മിസ്. അപ്പൊ ഞാൻ വിചാരിച്ചു മിസ്സാ, ഞാനിവിടെ ഇങ്ങനെ മിസ് അതിന്റെ മോഡലൊന്നും ഇതുപോലെ സ്ക്രീനിൽ കണ്ടില്ല ഞാൻ, അതാണ് ഞാൻ ചോദിക്കണത്. അതിന് ഓർഡർ വല്ലതും ഉണ്ടോ? റൈമിനാണോ? അല്ല, ഇപ്പൊ മിസ് പറഞ്ഞോണ്ടിരിക്കണേനുള്ള ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ ടൈം കഴിയാറായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ റെക്കോർഡിനെ കുറിച്ച് അതെ, ഞാനിപ്പോ ശ്രദ്ധിച്ച് ഡ്രാമ മൈം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷെ ഇത് വേറെ റെക്കോർഡിലാണോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെയുള്ള ഏതെങ്കിലും ഇനി ആഡ് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ മഞ്ജു മനസ്സിലാവും. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ ചില കാര്യങ്ങൾ ഇതില്. കാരണം ഓർഡറിൽ എനിക്ക് എല്ലാം പറയാനുള്ള നമുക്ക് എന്തായാലും ഒരു 1/2 hour 45 minutes എടുക്കും സ്റ്റോറി എല്ലാം പറഞ്ഞു വരാൻ. ഞാൻ പറഞ്ഞത് മിസ്സേ, ഇപ്പം ആദ്യം മിസ് പറഞ്ഞ ആ ഓർഡറിലല്ലേ അതെല്ലാം എഴുതേണ്ടത്? ഇപ്പൊ മുകളിൽ കിടക്കുന്ന സ്ക്രീനിലുള്ള അതിലെല്ലാം നമ്മൾ ഒരു റെക്കോർഡിൽ എഴുതണം. അതെ. ഇപ്പൊ മിസ് വെറുതെ ബ്രീഫായിട്ട് പറഞ്ഞതിന്റെ ടോപ്പിക് ഇതുള്ളത് വേറെ തരില്ലേ? അത് ഈ റെക്കോർഡിൽ തന്നെയാണ്. നോക്കൂ, കാണിച്ചു തരാം. ഈ PDF നിങ്ങൾക്ക് കിട്ടിയതല്ലേ? നോക്കിയിട്ടില്ലേ? വായിച്ച് നോക്കിയിട്ടില്ലേ? താഴെ കണ്ടോ? നോവൽ, ഞാൻ ഈ അടിവശത്ത് കണ്ടില്ല മിസ്. ഞാൻ ജെ വരെ എനിക്ക് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ നോക്കി കണ്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ഡീറ്റെയിൽസ് നേരത്തെ, ശരിയാണോ? അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതെല്ലാം നമുക്ക് ഈ മൈൻഡ് സ്ക്രിപ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് വരെ നമുക്ക് ഈ 3ാമത്തെ സ്റ്റോറി റെക്കോർഡിൽ വരേണ്ടതാണ്. ഒന്നാമത്തെ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു, കളക്ഷൻ ബുക്ക്. 4ാമത്തെ റെക്കോർഡ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ് ഞാൻ 2ാമതായിട്ട് തന്നത്. അതും കഴിഞ്ഞു. ഇനി 2ാമത്തെ റെക്കോർഡ് റൈമും 3ാമത്തെ റെക്കോർഡ് സ്റ്റോറിയുമാണ്.
ഓക്കെ അഞ്ചാമത്തെ റെക്കോർഡ് ഒരു കോപ്പി, റെക്കോർഡിന്റെ ഒരു സ്കാൻഡ് കോപ്പി തരും. അത് നോക്കി എഴുത വെക്കണം. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്. അപ്പൊ അഞ്ചാമത്തെ റെക്കോർഡിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുക വേണ്ട, നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇനി സ്റ്റോറിയും റൈമും ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ അല്ലേ? സ്റ്റോപ്പ് ചെയ്യുവാണ് പ്രസന്റേഷൻ. മിസ് പറഞ്ഞതിന്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരട്ടെ, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. ആ യെസ്, അത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ പറയാം. ഞാൻ ആ രീതിയിലല്ല എഴുതിയത്, വേറെ രീതിയിൽ അത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് പറയട്ടെ. ഇന്നത്തെ ക്ലാസ് വിത്ത് ജിഷ മിസ്സിന് വളരെ നന്ദി. മാം ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ഇന്ന് ചെയ്തത് നമുക്ക് രണ്ടാമത്തെ റെക്കോർഡും മൂന്നാമത്തെ റെക്കോർഡിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. മാമിന്റെ സമയം തന്നതിന് നന്ദി. താങ്ക് യു. ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.